ഈ ബൈക്കിന്റെ കിൽ സ്വിച്ചിന്റെ ആക്ഷൻ പോയിരിക്കുകയാണ്. കിൽ സ്വിച്ച് നമ്മുടെ ബൈക്കിന് കൊടുത്തിരിക്കുന്നതിന്റെ പ്രധാന കാരണം സേഫ്റ്റിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ പുതിയ സ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ വില 570 രൂപയാണ്. ഇതുപോലുള്ള സ്വിച്ച് സ്പെയർ പാർട്സ് കടയിൽ വാങ്ങിക്കുമ്പോൾ ഊരിയെടുത്ത് സ്വിച്ച് കൊണ്ടുപോയി കാണിച്ചു വാങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ വ്യത്യാസമില്ലാതെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. പൾസറിന്റെ സ്വിച്ച് കൺട്രോൾസിലെല്ലാം ലൈറ്റ് വരുന്നത് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് പൾസർ 150 ബൈക്കാണ്. ഈ ബൈക്കിന്റെ കിൽ സ്വിച്ചിന്റെ ആക്ഷൻ പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ കിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും വർക്ക് ആവുന്നില്ല. കിൽ സ്വിച്ച് നമ്മുടെ ബൈക്കിന് കൊടുത്തിരിക്കുന്നതിന്റെ പ്രധാന കാരണം സേഫ്റ്റിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ കിൽ സ്വിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. കിൽ സ്വിച്ച് മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു സെറ്റ് ഫുള്ളായിട്ട് മാറാം. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സ്വിച്ചുകളുടെ എല്ലാം വയറിംഗ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യണം. അതിനായിട്ട് ഈ സ്വിച്ചുകളുടെ എല്ലാം കണക്ഷൻസ് ഒറ്റ വയറിൽ ഒതുങ്ങി വാഹനത്തിനുള്ളിലേക്ക് ഒരു കപ്ലറുമായി കണക്ട് ചെയ്തിരിക്കുകയായിരിക്കും. ഇതുപോലെ ഈ കപ്ലർ ആദ്യം 2 കപ്ലർ വരുന്നുണ്ട്. ഈ 2 കപ്ലേഴ്സ് വിടിപ്പിക്കാം. ഓക്കെ, കണക്ഷൻ വിച്ഛേദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ മെയിൻ വയർ ഒതുങ്ങിയിരിക്കാൻ ഒരു വയർ ടൈ ഉപയോഗിച്ചിരുന്നു. ആ വയർ ടൈ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് സ്വിച്ചിന്റെ കണക്ഷൻസ് വിടിപ്പിക്കാം. ഇനി ഈ സ്വിച്ച് സെറ്റിന്റെ അടിയിൽ 2 സ്ക്രൂ വരുന്നുണ്ട്. ആ സ്ക്രൂ റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്വിച്ച് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്ന 2 സ്ക്രൂ, ആദ്യത്തെ സ്ക്രൂ ഞാൻ കാണിച്ചിരുന്നു. ആദ്യത്തെ സ്ക്രൂ റിമൂവ് ചെയ്യാം. രണ്ടാമത്തെ സ്ക്രൂ റിമൂവ് ചെയ്യാം. ഓക്കെ, 2 സ്ക്രൂ റിമൂവ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ആ ഒരു സ്വിച്ച് സെറ്റ് ഇതുപോലെ സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഊരിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആക്സിലേറ്റർ കേബിളിൻ്റെ കണക്ഷൻ വിടിയിക്കുക. ഇതുപോലെ ഇനി ആ ഒരു കേബിളിൻ്റെ കണക്ഷൻ സ്വിച്ചിൽ നിന്ന് പ്രോപ്പറായിട്ട് വിടിയിക്കുവാനായിട്ട് സ്വിച്ച് ഇതുപോലെ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രോപ്പറായിട്ട് ഇതുപോലെ വിട്ടു പോരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലെ പൾസറിന്റെ സ്വിച്ച് കൺട്രോളിങ് വരുന്നത്. പുതിയ സ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ വില 570 രൂപയാണ്. ഇതുപോലുള്ള സ്വിച്ച് സ്പെയർ പാർട്സ് കടയിൽ വാങ്ങിക്കുമ്പോൾ ഊരിയെടുത്ത് സ്വിച്ച് കൊണ്ടുപോയി കാണിച്ചു വാങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ വ്യത്യാസമില്ലാതെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഓക്കെ, പുതിയ സ്വിച്ചിലേക്ക് ആക്സിലേറ്റർ കേബിൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ആയിട്ട് ആ സ്വിച്ച് വട്ടത്തിൽ കറക്കി കഴിഞ്ഞാൽ ആ ഒരു ആക്സിലേറ്റർ കേബിളിന്റെ നട്ട് അതിൽ വന്ന് ടൈറ്റായി ഇരുന്നോളും. ഇതിന് ശേഷമാണ് കേബിൾ ഇതിന്റെ ഉള്ളിലെ ഹുക്കുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. പുതിയ സ്വിച്ച് ആയതുകൊണ്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്താണ് വരുന്നത്. ആ സ്ക്രൂ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ പീസ് ആക്കാം. നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത ആക്സിലേറ്റർ കേബിൾ ഇതുപോലെ വലിച്ചെടുത്തതിന് ശേഷം ആക്സിലേറ്റർ കൺട്രോളറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്വിച്ച് ഇതുപോലെ ഹാൻഡിലേക്ക് വച്ചതിന് ശേഷം അതിന്റെ 2 സ്ക്രൂ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്വിച്ചിന്റെ കണക്ഷൻസ് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. 2 കപ്ലറാണ് വരുന്നത്. അത് രണ്ടും കണക്ട് ചെയ്ത് കൊടുക്കാം. കീ ഓൺ ആയതുകൊണ്ടും ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആയതുകൊണ്ടും കണക്ട് ചെയ്തപ്പോഴേ ഇഗ്നിഷൻ വർക്ക് ആയത് നിങ്ങൾ കണ്ടല്ലോ. ബ്രേക്ക് സ്വിച്ചിന്റെ കണക്ഷൻ കൊടുക്കാൻ മറക്കരുത്. കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ബ്രേക്ക് ലൈറ്റ് ഇതുപോലെ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, നമ്മുടെ പ്രോബ്ലം ഫിക്സ് ആയിട്ടുണ്ടെന്ന് നോക്കാം. കിൽ സ്വിച്ചിന്റെ കംപ്ലൈന്റ് ആണെന്ന് വീഡിയോയുടെ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് ഫിക്സ് ആയിട്ടുണ്ട്, ഓൺ ആയിട്ടുണ്ട്. പൾസറിന്റെ സ്വിച്ച് കൺട്രോൾസിലെല്ലാം ലൈറ്റ് വരുന്നത് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതാകുമ്പോൾ രാത്രിയിൽ തപ്പി തടയേണ്ട ആവശ്യമില്ലല്ലോ. വണ്ടിക്ക് ഒരു പ്രീമിയം ലുക്ക് തന്നെ ലഭിക്കുന്നുണ്ട്.